പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 6ലെ സയൻസ് ചാപ്റ്റർ 7 പാർട്ട് 2 ആണ്. ഇതിൻ്റെ പാർട്ട് 1 തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ ദയവായി ആ വീഡിയോസ് കൂടെ കാണുക. അപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരുന്ന ചാപ്റ്ററിൻ്റെ പേരായിരുന്നു ഗെറ്റിംഗ് ടു നോ പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്, ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നാം പറഞ്ഞു. പിന്നീട് പഠിച്ചുകൊണ്ടിരുന്നത് പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ്. ആദ്യത്തെ വീഡിയോയിൽ നാം സ്റ്റെം പറഞ്ഞു വെച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നാം ആദ്യമായി നോക്കാൻ പോകുന്നത് ലീഫിനെ കുറിച്ചാണ്. ലീവ്സ് ആൻഡ് സ്റ്റെം ടുഗദർ ഫോം ദ ഷൂട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത് ലീവ്സും സ്റ്റെമ്മും കൂടെ ചേർന്നതിനെയാണ് എന്തു പറയുന്നത്? ഷൂട്ട് എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് ദ ലീഫ് ബൈ വിച്ച് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം ഈസ് കോൾഡ് പെറ്റിയോൾ. ഇനി പറയാൻ പോകുന്നത് ലീഫിൻ്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചാണ്. The part of leaf by which it is attached to the stem is called petiole. Petiole എന്ന് പറയുന്നത് ലീഫ് സ്റ്റെമ്മായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. The broad green part of the leaf is called lamina. അപ്പോൾ വലിയ ഗ്രീൻ പാർട്ട്, ഇലയിലെ ഏറ്റവും വലിയ ഗ്രീൻ പാർട്ടിനെയാണ് എന്തു പറയുന്നത്? ലാമിന എന്ന് പറയുന്നത്. സ്മോൾ ലൈൻസ് പ്രസന്റ് ഓൺ ദ ലീഫ് ആർ കോൾഡ് ഇറ്റ്സ് വെയിൻസ്. നമ്മൾക്ക് ഇലകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വരകൾ, ലൈൻസ് കാണാൻ സാധിക്കും. അവ വെയിൻ എന്ന് അറിയപ്പെടുന്നു. ദിസ് ഗീവ്സ് സപ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മെറ്റീരിയൽസ് ത്രൂ ദ ലീവ്സ്. ഈ വെയിൻസ് ഇലകൾക്ക് സപ്പോർട്ട് നൽകുന്നു. മാത്രമല്ല വാട്ടർ ആൻഡ് മിനറൽസിൻ്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. എ തിക്ക് വെയിൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ് ഈസ് കോൾഡ് മിഡ്രിബ്. അപ്പോൾ ഏറ്റവും കട്ടി കൂടിയ വെയിൻ അത് ഏത് ഭാഗത്തുകൂടെയാണ് കടന്നു പോകുന്നത്? ഇലയുടെ നടുഭാഗത്തുകൂടെ. അതിനെ മിഡ്രിബ് എന്നും പറയുന്നു. അപ്പോൾ ഒരു ലീഫിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് പെറ്റിയോൾ, ലാമിന, വെയിൻ, മിഡ്രിബ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിലെല്ലാം വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. പിന്നീട് മാർജിൻ എന്ന് പറയുന്നത് ആ ഇലയുടെ അതിരുകളെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ടിപ്പ് എന്ന് പറയുന്നത് ലീഫിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തെയാണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം, ലീഫ് വെനേഷൻ. The design made by veins in a leaf is called the leaf venation. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എന്താണ് വെയിൻ എന്ന് പറഞ്ഞില്ലേ? ആ വെയിൻസിൻ്റെ ഡിസൈനെയാണ് എന്തു പറയുന്നത്? ലീഫ് വെനേഷൻ എന്ന് പറയുന്നത്. ആ വെയിൻസ് ഒരു ലീഫിൽ ഉണ്ടാക്കുന്ന ഡിസൈൻ ആണ് ലീഫ് വെനേഷൻ. ഇഫ് ദ ഡിസൈൻ ഈസ് നെറ്റ് ലൈക്ക് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ മിഡ് റിബ് ഈസ് കോൾഡ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. അപ്പോൾ നമ്മൾ മിഡ് റിബ് എന്ന് പറഞ്ഞില്ലേ, സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന വെയിൻ, അതിൻ്റെ ഇരുഭാഗത്തും വെയിൻസ് ഒരു നെറ്റ് പോലെയാണ് കാണപ്പെടുന്നതെങ്കിൽ അത്തരത്തിലുള്ള വെനേഷനെയാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്ന ചില സസ്യങ്ങൾക്ക് എക്സാമ്പിൾ ആണ് കോറിയാന്തർ, റോസ്, ഓക്ക് എന്നിവ. നിങ്ങൾക്ക് ഈ ചിത്രത്തിലെ വലത് ഭാഗത്ത് കാണാൻ സാധിക്കും. അതാണെന്ത്? റെറ്റിക്കുലേറ്റ് വെനേഷൻ. ഇനി ഇഫ് ദ ഡിസൈൻ മെയ്ഡ് ബൈ വെയിൻസ് ഈസ് പാരലൽ ടു വൺ അനദർ ഇൻ എ ലീഫ് ഈസ് കോൾഡ് പാരലൽ വെനേഷൻ. ഇനി ഈ വെയിൻസ് ഉണ്ടാക്കുന്ന ഡിസൈൻസ്, അതായത് ഈ വെയിൻസ് നിർമ്മിക്കുന്ന ഡിസൈൻസ് പാരലൽ ടു ഈച്ച് അതർ, രണ്ടും പാരലൽ ആണെങ്കിൽ അത്തരത്തിലുള്ള വെനേഷനെ പാരലൽ വെനേഷൻ എന്ന് പറയുന്നു. ഈ പാരലൽ വെനേഷൻ കാണിക്കുന്ന ചെടികൾക്ക്, പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ഗ്രാസ്, വീറ്റ്, മെയ്സ് എന്നിവ. നിങ്ങൾക്ക് ഈ ചിത്രത്തിലെ ലെഫ്റ്റ് ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ വലത് ഭാഗത്ത് കാണുന്നതാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ, ഇടതുഭാഗത്ത് കാണുന്നതാണ് പാരലൽ വെനേഷൻ. റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചറാണ് വെയിൻസ് ഫോം ചെയ്യുന്നത്. പാരലൽ വെനേഷനിൽ വെയിൻസ് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇലകളിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് ഫോട്ടോസിന്തസിസ് ആൻഡ് ട്രാൻസ്പിരേഷൻ. എന്താണെന്ന് നോക്കാം. On the upper part of the leaf there present number of small openings or pores called stomata. ഇലകളുടെ മുകൾ ഭാഗത്ത് ചെറിയ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത്ര ചെറിയ പോർസ് ഉണ്ട്. ആ പോർസിനെ പറയുന്നതാണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റൊമാറ്റ. എന്താണ് ഫോട്ടോസിന്തസിസ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും സൺലൈറ്റിൻ്റെയും ഹെൽപ്പോടുകൂടി
പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കും. ഇൻടേക്ക് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ഓഫ് ഓക്സിജനും. ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഏതുവഴിയാണ്? സ്റ്റൊമാറ്റ വഴിയാണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ് എന്നിവയുടെ ഹെൽപ്പോടു കൂടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഈ ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റൊമാറ്റ. ഫോട്ടോസിന്തസിസിലൂടെയാണ് പ്ലാന്റ്സ് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്താണ് ട്രാൻസ്പിരേഷൻ? വാട്ടർ വേപ്പേഴ്സ് ആർ റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ത്രൂ ദ സ്റ്റൊമാറ്റ പ്രസന്റ് ഓൺ ലീഫ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്പിരേഷൻ. അപ്പോൾ ഇലകളുടെ ഈ സ്റ്റൊമാറ്റ നമ്മൾ പറഞ്ഞില്ലേ, ആ സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ വേപ്പേഴ്സ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ട്രാൻസ്പിരേഷൻ എ സക്ഷൻ ഫോഴ്സ് ഈസ് ജനറേറ്റഡ് ഇൻസൈഡ് ദ പ്ലാന്റ്. അപ്പോൾ ഈ ട്രാൻസ്പിരേഷൻ മൂലം ഒരു സക്ഷൻ ഫോഴ്സ് പ്ലാന്റിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ സക്ഷൻ ഫോഴ്സ് മൂലം റൂട്ടിൽ നിന്നും വാട്ടർ എല്ലാം എങ്ങോട്ട് കയറുന്നു? ഷൂട്ടിലേക്കും പ്ലാന്റ്സിന്റെ ഡിഫറെന്റ് പാർട്സിലേക്കും കയറുന്നു. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫിഗറിൽ നോക്കാം എന്താണ് ട്രാൻസ്പിരേഷൻ എന്നുള്ളത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഇലയുടെ ഭാഗത്ത് നിന്നും താഴേക്ക് ആരോ മാർക്ക്, അതിലൂടെയാണ് വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്തു പോകുന്നത്. എന്തിലൂടെയാണ്? ഇലകളിൽ കാണപ്പെടുന്ന സ്റ്റൊമാറ്റയിലൂടെ. ട്രാൻസ്പിരേഷൻ ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദ ലീവ്സ്. ഇലകളിൽ നിന്നും വാട്ടറിന്റെ ഇവോപ്പറേഷൻ ആണ് ട്രാൻസ്പിരേഷൻ എന്നറിയപ്പെടുന്നത്. ഈ ട്രാൻസ്പിരേഷൻ കൊണ്ടിട്ട് ഒരു സക്ഷൻ ഫോഴ്സ് ഉണ്ടാകും. അതുകൊണ്ട് കാപ്പിലറി ആക്ഷൻ വഴി റൂട്ടിൽ നിന്നുള്ള വാട്ടർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സിലേക്ക് എത്തുന്നു. വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് റൂട്ടിനെ കുറിച്ചാണ്. പ്ലാന്റ് ഓർഗൻ വിച്ച് ലൈസ് ബിലോ ദ സോയിൽ സർഫസ് ഈസ് കോൾഡ് റൂട്ട്. പ്രധാനമായും മണ്ണിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ചെടിയുടെ പ്ലാന്റ്സിൻ്റെ ഭാഗമാണ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട്സ് ഹെൽപ്പ് ഇൻ ഹോൾഡിംഗ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ. ദേ ആർ സെഡ് ടു ആങ്കർ ദ പ്ലാന്റ് ടു ദ സോയിൽ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നതാണ് റൂട്ട്. Root absorbs minerals and nutrients from the soil necessary for plant. ഒരു പ്ലാന്റിന് അത്യാവശ്യമായ മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് എന്താണ്? റൂട്ടാണ്. പ്ലാന്റ്സ് ഹാവ് 3 ടൈപ്സ് ഓഫ് റൂട്ട്സ്. പ്രധാനമായും 3 തരത്തിലുള്ള റൂട്ട് സിസ്റ്റമാണ് ഉള്ളത്. ടാപ്പ് റൂട്ട്, ഫൈബറസ് റൂട്ട് ആൻഡ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും ടാപ്പ് റൂട്ടും ഫൈബറസ് റൂട്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അല്ലേ. ടാപ്പ് റൂട്ട് വളരെ ആഴത്തിലേക്ക് പോകുന്നു. ഫൈബറസ് റൂട്ട് ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചർ, ഫൈബേഴ്സ് പോലെ പിന്നിക്കിടക്കുന്നു. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റം. ആദ്യമായി ടാപ്പ് റൂട്ട്. ദ മെയിൻ റൂട്ട് വിച്ച് ഈസ് ലാർജർ ആൻഡ് ഫാസ്റ്റ് ഗ്രോവിംഗ് ഈസ് കോൾഡ് ടാപ്പ് റൂട്ട് ആൻഡ് ദ ബ്രാഞ്ചഡ് സ്മോളർ റൂട്ട്സ് ആർ കോൾഡ് ലാറ്ററൽ റൂട്ട്. അപ്പോൾ ടാപ്പ് റൂട്ടിൽ നമ്മൾ ഫിഗറിൽ കണ്ടതുപോലെ ഏറ്റവും സെൻറ്ററിൽ ഒരു മെയിൻ റൂട്ട് ഉണ്ടാകും. അത് വളരെ പെട്ടെന്ന് വളരുകയും വളരെ ആഴത്തിലേക്ക് വളരുകയും ചെയ്യുന്നു. ഇതാണ് ടാപ്പ് റൂട്ട് എന്നറിയപ്പെടുന്നത്. ഇനി ഈ ടാപ്പ് റൂട്ടിൽ നിന്നും ബ്രാഞ്ചസ് ആയിട്ട് വളരുന്ന മറ്റ് റൂട്ടുകളെ ലാറ്ററൽ റൂട്ടും എന്ന് വിളിക്കുന്നു. ഇത്തരത്തിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്ന സസ്യങ്ങളാണ് ബീട്രൂട്ട്, ക്യാരറ്റ്, ഷുഗർ ബീറ്റ്, റാഡിഷ് എന്നിവ. ഓക്കെ, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഫൈബറസ് റൂട്ട്. അവിടെ ഒരു നോ മെയിൻ റൂട്ട്. നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ പറഞ്ഞപ്പോൾ ഒരു മെയിൻ റൂട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഫൈബറസ് റൂട്ട് സിസ്റ്റത്തിൽ ഒരു മെയിൻ റൂട്ട് ഇല്ല. ഓൾ ദ റൂട്ട്സ് ആർ സെയിം സൈസ്. എല്ലാ റൂട്ട്സിനും എന്താണ്? സെയിം സൈസ് ആണ്. അതുമല്ല, ഒരു മെയിൻ റൂട്ട് വളരെ ആഴത്തിൽ വളർന്നു പോകുന്ന ഒരു മെയിൻ റൂട്ട് ഉണ്ടാവുകയില്ല. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കോക്കനട്ട്, പാം, ഒണിയൻ, ഗ്രാസ്, സ്പ്രിംഗ് ഒണിയൻ എല്ലാം ഫൈബറസ് റൂട്ട് സിസ്റ്റം ഉള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. ഇനി അഡ്വൻറ്റീഷ്യസ് റൂട്ട്. റൂട്ട് ദാറ്റ് ഫോംസ് ഓൺ എനി പാർട്ട് ഓഫ് ദ പ്ലാന്റ് അതർ ദാൻ ദ ആക്ച്വൽ റൂട്ട് ഏരിയ. നമ്മൾ ആക്ച്വലി റൂട്ട് എവിടെ വളരുന്നു എന്നാണ് പറഞ്ഞത്? മണ്ണിനടിയിൽ. എന്നാൽ ചില സസ്യങ്ങളിൽ മണ്ണിനടിയിലല്ലാതെ ഏത് ഭാഗത്തും വേരുകൾ മുളച്ചു കാണപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള റൂട്ടുകളെയാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് എന്ന് പറയുന്നത്. ഇഫ് ദ പ്ലാന്റ് ഹാസ് ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് venation will have tap root and plants with fibrous root have parallel venation. അപ്പോൾ നമ്മൾ ലീഫ് പഠിച്ചപ്പോൾ വെനേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ റെറ്റിക്കുലേറ്റ് വെനേഷൻ ഉള്ള
പ്ലാന്റ്സിന് ടാപ്പ് റൂട്ട് സിസ്റ്റവും പാരലൽ വെനേഷനുള്ള പ്ലാന്റ്സിന് ഫൈബറസ് റൂട്ട് സിസ്റ്റവുമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണെന്നുണ്ടെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റവും പാരലൽ വെനേഷൻ ആണെങ്കിൽ ഫൈബറസ് റൂട്ട് സിസ്റ്റവും. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രധാനമായും റൂട്ട് സിസ്റ്റം 3 ടൈപ്പ്: ടാപ്പ് റൂട്ട്, ഫൈബറസ് റൂട്ട് ആൻഡ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. ഇനി പറയാൻ പോകുന്നത് ഫ്ലവറിനെ കുറിച്ചാണ്. ഫ്ലവർ ഈസ് മെയിൻലി ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആണ് എന്ത്? ഫ്ലവർ. ഡ്യൂ ടു ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് വി ആർ ഏബിൾ ടു റെക്കഗ്നൈസ് ദ പ്ലാന്റ്. പ്രധാനമായി നമ്മൾ പൂക്കളുടെ കളറ് നോക്കിയിട്ടാണ് അത് ഏത് തരത്തിലുള്ള ചെടിയാണെന്ന് തിരിച്ചറിയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്നാണ് റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആണ് ഫ്ലവർ. ഇനി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫ്ലവർ ഏതൊക്കെയാണെന്ന് പഠിക്കാം. പെറ്റൽസ്, സെപ്പൽസ്, പിസ്റ്റിൽ, സ്റ്റെയ്മൻ. ഓരോന്നും എന്താണെന്ന് നോക്കാം. പെറ്റൽസ്, ദ കളേർഡ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ദാറ്റ് കവേഴ്സ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കവർ ചെയ്തിട്ടുള്ള വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്ന ഭാഗമാണ് പെറ്റൽസ് എന്നറിയപ്പെടുന്നത്. അടുത്തത് സെപ്പൽസ്, ദ ഔട്ടർ മോസ്റ്റ് ഗ്രീൻ കളർ പാർട്ട് ദാറ്റ് എൻക്ലോസ് ദ ബഡ്. ഒരു പൂവ് വിരിയുന്നതിന് മുമ്പ് എന്തായിരിക്കും? ഒരു ബഡ്, ഒരു മൊട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ മൊട്ടിനെ കവർ ചെയ്യുന്ന ഗ്രീൻ കളർ പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? സെപ്പൽസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെയ്മൻ, ദ പോളൻ പ്രൊഡ്യൂസിങ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. പോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവറിൻ്റെ പാർട്ടാണ് സ്റ്റെയ്മൻ എന്നറിയപ്പെടുന്നത്. ഈ സ്റ്റെയ്മന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ആന്തർ, ആന്തർ വിച്ച് കണ്ടെയ്ൻസ് പോളൻ ഗ്രെയിൻസ്. ഈ ആന്തറിലാണ് എന്ത് കാണപ്പെടുന്നത്? പോളൻ ഗ്രെയിൻസ് കാണപ്പെടുന്നത്. സെക്കൻഡ് ഈസ് ഫിലമെന്റ്, ദ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ സപ്പോർട്ടിംഗ് ആന്തർ. ഈ ആന്തറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഫിലമെന്റ്. അപ്പോൾ സ്റ്റെയ്മന് 2 ഭാഗമുണ്ട്, ആന്തറും ഫിലമെന്റും. ഫിലമെന്റ് ആന്തറിനെ സപ്പോർട്ട് ചെയ്യാനാണ് സഹായിക്കുന്നത്. ആന്തറിലാണ് പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ഇനി പിസ്റ്റിൽ, ദ ഇന്നർ മോസ്റ്റ് പാർട്ട് വിച്ച് പ്രൊഡ്യൂസ് ഓവ്യൂൾസ്. ഏറ്റവും ഉൾഭാഗത്തുള്ള പൂവിൻ്റെ ഭാഗമാണ് പിസ്റ്റിൽ. ഇവിടെയാണ് ഓവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ പിസ്റ്റിലിന് 3 ഭാഗമുണ്ട്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ആദ്യം സ്റ്റിഗ്മ, ദ അപ്പർ പാർട്ട് റിസീവ്സ് പോളൻ ഗ്രെയിൻസ് ഫോർ ഫെർട്ടിലൈസേഷൻ. പ്രത്യുൽപാദനം, ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടി പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് സ്റ്റിഗ്മ എന്നറിയപ്പെടുന്നത്. ഇത് ഏറ്റവും അപ്പർ പാർട്ടാണ്. ഇനി സെക്കൻഡ് പാർട്ടാണ് സ്റ്റൈൽ, എ ലോങ് ഹോളോ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ജോയിൻ സ്റ്റിഗ്മ ആൻഡ് ഓവറി. സ്റ്റിഗ്മയെയും ഓവറിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് സ്റ്റൈൽ. തേർഡ് ഈസ് ഓവറി ഇൻ വിച്ച് ഓവ്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓവറി എന്ന് പറഞ്ഞാൽ ഒവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ പിസ്റ്റിലിന്റെ 3 ഭാഗമാണ്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ദ മെച്വർ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ദ മെച്വർ ഒവ്യൂൾസ് ഡെവലപ്ഡ് ഇൻ ടു സീഡ്സ്. അപ്പോൾ ഫ്ലവർ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവ ഫ്രൂട്ടായി മാറുന്നുണ്ട്. ഈ ഫ്രൂട്ടായി മാറുന്ന ഭാഗമാണ് ഓവറി. മെച്വർ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്സ് ആൻഡ് മെച്വർ ഒവ്യൂൾസ്, ഒവ്യൂൾസ് മെച്വർ ആയി കഴിഞ്ഞാൽ അവ സീഡ്സുമായി മാറുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഫിഗർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പാർട്സ് ഡിഫറെൻ്റ് ഏതൊക്കെയാണ് ഫ്ലവേഴ്സിൻ്റെ? പെറ്റൽ, ആന്തർ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഫിലമെന്റ്, ഓവറി, ഒവ്യൂൾ, സെപ്പൽ. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ നിങ്ങൾ സ്ലൈഡ് ബാക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പാർട്സ് ഒക്കെ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, പിസ്റ്റിലിന്റെ ഡിഫറെന്റ് പാർട്സ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി സ്റ്റൊമാറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദീസ് ആർ സ്മോൾ മൈക്രോസ്കോപ്പിക് പോർസ് പ്രസന്റ് ഓൺ ദ ലീഫ് ത്രൂ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആൻഡ് ട്രാൻസ്പിരേഷൻ ടേക്സ് പ്ലേസ്. ഇലകളിൽ നടക്കുന്ന ട്രാൻസ്പിരേഷനും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും നടക്കുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് പോർസ് ആണ്. അതായത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ ഈ സ്റ്റൊമാറ്റ നമുക്ക് വിസിബിൾ ആവുകയുള്ളൂ. ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും ട്രാൻസ്പിരേഷനും. ഇനി ആനുവൽസ്, ദീസ് ആർ പ്ലാന്റ്സ് ലൈക്ക് വീറ്റ് ആൻഡ് മെയ്സ് ദാറ്റ് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ 1 സീസൺ ആൻഡ് ദെൻ ഡൈ. ദേ ആർ യൂഷ്വലി ഹെർബ്സ്. ഹെർബ്സ് ഗണത്തിൽപ്പെടുന്നതാണ് ഈ ആനുവൽസ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ തന്നെ ഇവ പൂവിടുകയും കായ്ക്കുകയും പിന്നീട് നശിച്ചു പോവുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള സസ്യങ്ങളാണ്
ആനുവൽസ് എന്നറിയപ്പെടുന്നത്. ഇനി ബൈനിയൽസ്, ദീസ് ആർ പ്ലാന്റ്സ് ലൈക്ക് ക്യാരറ്റ്സ് ആൻഡ് റാഡിഷസ് ദാറ്റ് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ 2 സീസൺസ്. ആദ്യം പറഞ്ഞത് 1 സീസണിൽ തന്നെ അതിൻ്റെ കാലചക്രം പൂർത്തിയാകുന്നു. ബൈനിയൽസ് എന്ന് പറഞ്ഞാൽ 2 സീസണിലേക്ക് അവയുടെ ലൈഫ് സൈക്കിൾ നിൽക്കും. എക്സാമ്പിൾ ആണ് ക്യാരറ്റ്, റാഡിഷ്. ആനുവൽസിന് എക്സാമ്പിൾ ആയിരുന്നു വീറ്റ്, മെയ്സ്. ഇനി പെരിനിയൽസ്, ദീസ് ആർ പ്ലാന്റ്സ് ഗുവാവ ആൻഡ് പാം ദാറ്റ് കണ്ടിന്യൂസ് ദെയർ ലൈഫ് സൈക്കിൾ ഫോർ മോർ ദാൻ 2 സീസൺസ്. ഇനി മോർ ദാൻ 2 സീസൺസ് ഒരു പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിൾ നിൽക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റ്സിനെ പെരിനിയൽസ് എന്ന് പറയുന്നു. എക്സാമ്പിൾസ് ആണ് ഗുവാവ, പാം എല്ലാം പറഞ്ഞത്. ദാറ്റ് ഈസ് ദേ മാനേജ് ടു റീഗ്രോ എവറി സ്പ്രിങ്. അതായത് ഓരോ സ്പ്രിങ് സീസൺ വരുമ്പോഴും അവർക്ക് പിന്നീട് മുളച്ച് വലുതായിക്കൊണ്ടിരിക്കുവാൻ സാധിക്കും. ഇനി ഏരിയൽ റൂട്ട് എന്താണെന്ന് നോക്കാം. ദീസ് ആർ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ദാറ്റ് ഗ്രോ എബവ് ദ ഗ്രൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർ ദ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു റൂട്ട് പഠിച്ചപ്പോൾ സാധാരണയായി റൂട്ട് കാണപ്പെടുന്നത് മണ്ണിൻ്റെ അടിയിലാണ്. എന്നാൽ ചില സസ്യങ്ങളുടെ റൂട്ട് മണ്ണിൻ്റെ മുകളിലേക്കും വളർന്നു വരാറുണ്ട്. അത്തരത്തിലുള്ള റൂട്ടുകളെയാണ് ഏരിയൽ റൂട്ട് എന്ന് പറയുന്നത്. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നാം എന്തൊക്കെയാണ് പറഞ്ഞത്, ആ ഹെഡിങ്സ് ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് അടക്കം ഡിസ്കസ് ചെയ്തു. ദെൻ ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ്. പിന്നീട് പഠിച്ചത് പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ കുറിച്ചാണ്. സ്റ്റെം, ലീഫ്. ലീഫിൽ നടക്കുന്ന 2 പ്രധാന പ്രോസസ്സസ് ആണ് ട്രാൻസ്പിരേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്. പിന്നീട് റൂട്ട്, ഫ്ലവർ. ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് പാർട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നാം പഠിച്ചു. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.